إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിയാളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചതമ്പുരാന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഈ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശുദ്ധ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ നമ്മോട് എടുത്തു പറഞ്ഞിട്ടുള്ള ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ്, ആ രാവിനെ കണ്ടുമുട്ടുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു, ആ മാസത്തിലാണ് തീർച്ചയായിട്ടും 1000 മാസങ്ങളെക്കാൾ പ്രത്യേകതയുള്ള ഒരു ദിവസം, ഒരു രാത്രി കൊണ്ട് അനുഗ്രഹീതമായത്. ആയതുകൊണ്ട് ആരാണോ അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നത് അവർക്ക് തീർച്ചയായിട്ടും രക്ഷയുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടവുമാണ്. നമ്മൾ സ്പോർട്സ് ഓട്ടപ്പന്തയമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതില് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയും. ഇംഗ്ലീഷിലൊരു പ്രോവർബാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാൽ എന്നൊക്കെ പറയുന്ന പോലെ മെല്ലെ മെല്ലെ ഓടി അവസാനം നല്ല സ്പീഡിൽ ഓടുന്നവനാണ് വിജയിക്കുക. ആദ്യം തന്നെ നല്ല സ്പീഡിൽ ഓടുന്നവൻ അവസാന റൗണ്ട് എത്തുമ്പോഴേക്കും കതിച്ചൊരു സൈഡിലേക്ക് വീണ് കളയും. നേരത്തെ മെല്ലെ മെല്ലെ ഓടിയവൻ അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. റമദാന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞതാണ് സംഭവിക്കുന്നത്. റമദാനിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര ആവേശം. ഒന്നാമത്തെ വെള്ളിയാഴ്ചക്ക് ഈ നേരാവുമ്പോൾ ഇവിടെ കിടന്ന് നിറഞ്ഞു. അവസാനം കിട്ടാവുമ്പോഴേക്ക് ഷോപ്പിംഗ് ആയി, ഔട്ടിംഗ് ആയി, പിന്നെ പർച്ചേസിംഗ് ആയി, തുണി എടുക്കലായി, മാറ്റലായി. വാസ്തവത്തിൽ ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റിലാണ് നിങ്ങളുള്ളത്. ഒരു സ്പോർട്സ് സ്റ്റാർ, ഒരു ഓട്ടപ്പന്തയം നടത്തുന്ന ആള്, അയാൾ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഇത്ര സെക്കൻഡ് കൊണ്ട് ഒരു റെക്കോർഡ് മറികടക്കണം എന്ന് അയാൾ നെയ്യത്ത് വെച്ചിട്ട് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കാലം പരിശ്രമിച്ചിട്ട് അവസാനത്തെ ആ സമയത്ത് അവസാനത്തെ ലാപ്പിൽ അയാളുടെ ശ്രദ്ധ വിട്ടുപോയാൽ പിന്നെ അവരുടെ കാര്യം മുഴുവൻ പോയി. ആയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഹാദാ ശഹ്റുൻ ഖദ് ഹളറകും വഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. ഈ മാസം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു രാത്രി കൊണ്ട് അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലഹു. അതിനാദരിച്ചവൻ, അതിനുപയോഗപ്പെടുത്തിയവൻ എല്ലാ ഐശ്വര്യങ്ങളും നേടിയവനായി. അതേസമയം അതിനെ അവഗണിച്ചവനോ അവനേക്കാൾ ദുർഭകനായ, നിർഭാഗ്യവാനായ വേറൊരു മനുഷ്യൻ ഇല്ല. നമുക്കിപ്പോ നമ്മുടെ സമുദായം ലൈലത്തുൽ ഖദ്ർ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നാളെ 27-ാം രാവ്. എന്ത് കണക്കിലാന്നറിയില്ല. ഈ ബറാത്ത് രാവ്, 27-ാം രാവ്, ഇതൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ട് അന്നത്തെ ദിവസം ഫുള്ളങ്ങണ്ട് ഒരു ശിവരാത്രി പോലെ ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നൊക്കെ ഉറക്കൊഴിക്കാന്നേ ഉള്ളൂ, അന്ന് ഇബാദത്ത് ചെയ്യാന്നുള്ളതല്ല. ഈ ഇസ്ലാമിക സമൂഹങ്ങൾ ധാരാളമായി മുസ്ലിങ്ങളുള്ള വീതികളിലൂടെ, തെരുവുകളിലൂടെ പോയാൽ നേരം വെളുക്കോളം അച്ചാലും പിച്ചാലും നടക്കുന്ന, ലാത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരെ കാണാം. പ്രത്യേകിച്ച് നമ്മുടെ കോയമ്പത്തൂർക്കൊക്കെ പോയാൽ അങ്ങാടി ഫുള്ള് മനുഷ്യന്മാരാണ് നേരം വെളുക്കോളം 27-ാം രാവിലെ. കാരണം അന്നാണ് ലൈലത്തുൽ ഖദ്ർ, അന്ന് ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള. ഇടുക്കിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അത്
ഇവിടെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തണമെങ്കിൽ അതിനുള്ള കണക്ഷനും കൂടെ വേണം. അവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെ കിട്ടണമെന്നില്ല. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രി ഇറങ്ങുന്നുണ്ട് കൊണ്ട് താഴെ നിൽക്കും, ഇല്ലാന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാമും മലാക്കന്മാരും എല്ലാം കൂടെ ഒന്നിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ വേടിക്കാൻ നോക്കിയിട്ട് നടന്നാൽ, നിങ്ങളിങ്ങനെ തെക്കും വടക്കും നടന്നാൽ അത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമില്ല, കിട്ടില്ല. പക്ഷെ ആ രാത്രികളെ ഹയാത്താക്കണ്ടേ. ഇത് മാത്രമല്ല, 27 മാത്രമല്ല കേട്ടോ, ഞാൻ 29 ആവില്ലേ, എന്താ അതിനും വരാലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് പ്രകാരം ഒറ്റപ്പെട്ട എല്ലാ രാത്രികളിലും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളാം. ആയതുകൊണ്ട് തീർച്ചയായിട്ടും അസ്സുലുസുൽ അഖീർ, അവസാനത്തെ ഈ 10 ദിവസം, മയ്യദുഉനി ഫസ്തജിബ് ലഹു, ആരെന്നെ വിളിക്കുന്നുവോ അല്ലാഹു പറയാ, അവന് ഞാൻ ഉത്തരം നൽകാൻ തയ്യാറായിട്ട് അവന്റെ ഓരത്തും ചാരത്തും അടഞ്ഞ് അവന്റെ ഒച്ച കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു റബ്ബ്. മയ്യസ്തഗ്ഫിർലി അഗ്ഫിർ ലഹു, എന്നോട് ആരാണോ പൊറുക്കലിനെ തേടുന്നത്, ആ പൊറുക്കലിനെ തേടുന്ന ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുക്കാനും തയ്യാറായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഇൻഷാ അല്ലാഹ് വരുന്ന 2 ഒറ്റപ്പെട്ട രാത്രികളൊക്കെ ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ ഇഷ്ടം പോലെ നമ്മൾ ചെലവഴിച്ചവരാണ്. ഈ അവസാനത്തെ രാത്രികളെങ്കിലും ആ റബ്ബിന്റെ മാർഗത്തിൽ കാര്യമായിട്ടൊന്ന് ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യം റബ്ബിനോട് പറയാനുണ്ട്. വളരെ ഭീഷണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തെ സംരക്ഷകരെന്ന് പറയുന്നവരൊക്കെ ഒറ്റുകാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എല്ലാവരും ഒറ്റുകാരാണ്. നിങ്ങളാരും ഈ സമുദായത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വരണ്ട. ഇത് സ്വയം അതിജീവന ശേഷിയുള്ള ഒരു സമുദായമാണ്. അതാണ് ഫലസ്തീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ ആളുകളും അവിടെയുള്ള 1-ാം ലോക 2-ാം ലോക മഹായുദ്ധങ്ങളിലൊക്കെ ഇട്ടതിനേക്കാൾ കൂടുതൽ ബോംബ് അവിടെ ഇട്ട് കഴിഞ്ഞു. ഈ കല്ലും മണ്ണും മാത്രമാണ് ബാക്കി. പക്ഷെ അതിന്റെ ബാക്കി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സ്ഥൈര്യത്തിന് മുമ്പിൽ ലോകം പകച്ചു നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു സമുദായമാണ് ഇവിടെ. ഈ സമുദായത്തിന്റെ സംരക്ഷകരായിട്ട് ആരും ചമഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നമ്പർ വെടുക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഫൈസൽ മൗലവിയുടെ ഇപ്പൊ വധത്തിന്റെ പ്രതികളെ വിട്ടത് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഇടതും വലതും പറഞ്ഞ പോലെ എല്ലാവരും സന്ദർഭവും സാഹചര്യവും ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെയൊക്കെ വാൽ അമ്മയുടെ ചുവട്ടിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ വിശ്വാസി അതിലൊന്നുമല്ല പ്രതീക്ഷ അർപ്പിക്കുന്നത്. പ്രതീക്ഷ അർപ്പിക്കുന്നത് അത് അള്ളാഹുവിലാണ്. മുസോളിനിയോട് ഉമർ മുഖ്താർ പറഞ്ഞില്ലേ? ഉമർ മുഖ്താർ പറഞ്ഞല്ലോ, ഇതിന്റെ മുകളിലൂടെ വരുന്ന ഹെലികോപ്റ്ററിന്റെ മുകളിലൂടെ വരുന്ന മേഘത്തിന്റെ മുകളിലൂടെ വരുന്ന ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ അരിശിലാണ് ഞങ്ങൾ അഭയം വെച്ചിട്ടുള്ളത്. അങ്ങനെ റബ്ബിൽ അഭയം അവലംബം വെച്ച ഒരു സമുദായത്തെ ആരും ഭയപ്പെടുത്താൻ കഴിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ രാജ്യത്ത് വരാൻ പോകുന്ന ഭീഷണികൾ എന്നെയും നിങ്ങളെയും മാത്രം ബാധിക്കുന്നതല്ല, ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ബാധിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ ഫാസിസത്തിനെതിരെ നിലകൊള്ളേണ്ടതുണ്ട് എന്നാണ് എല്ലാവരോടും നമുക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബനാ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹംനാ വഖുഫ അയ്ദിൽ കാഫിരീന വൽ മുനാഫിഖീന വൽ ളാലിമീന അന്നാ യഖഫിൽ ഇഖാബ്. പടച്ചതമ്പുരാനെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇമാതിരിയുള്ള ദുർനടപടിക്കാരായ ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ഒരുപിടി ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം കാണേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളുമായി രാപ്പകലുകളുമായി മുന്നോട്ട് പോകേണ്ട വളരെ വിലപ്പെട്ട ദിവസങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. റമദാൻ കഴിഞ്ഞു, 25 ദിവസം കഴിഞ്ഞു. നാളെ 26ലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 26 ദിവസത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദിൻ വതഖുല്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്താണ് നാളേക്ക് വേണ്ടി നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ ലാഭനഷ്ടങ്ങൾ, ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ കച്ചവടത്തിലുള്ള ലാഭം കണക്ക് കൂട്ടുന്നത് പോലെ, അതിന്റെ നീക്കിയിരിപ്പും മിച്ചവും കണക്ക് കൂട്ടുന്നത് പോലെ ഈ 25 ദിവസത്തിൽ നമ്മുടെ നേട്ടം എന്തായിരുന്നു?
നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ സമയം ചെലവഴിച്ചത്, ആ വിശുദ്ധ ഖുർആൻ എന്തുമാത്രം ഓതിയിട്ടുണ്ട്, ഖുർആനുമായിട്ട് ആഴത്തിലും അർത്ഥത്തിലുമുള്ള ബന്ധം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ എത്ര കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം, ഒരു ആലോചന. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നഷ്ടപ്പെടും, എല്ലാം അവസാനിക്കും, എല്ലാം കഴിയും. വയബ്ഖാ, ബാക്കിയാകുന്നത് വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആ റഹ്മാനായ റബ്ബിന്റെ മുഖമല്ലാത്ത എല്ലാം ഇവിടെ നശിക്കാനുള്ളതാണ്, നശിച്ചു പോവും. ഒരുപക്ഷെ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിലുള്ള പലരും നമ്മളോടൊപ്പം ഇല്ലതാണ്. ഇതൊരു പക്ഷേ അവസാനത്തെ റമദാനായിരിക്കാം, നമുക്ക് പറയുക സാധ്യമല്ല. ഈ അവസാനത്തെ റമദാനിലെ ഞാൻ എങ്ങനെയാണ് വിലയിരുത്തിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്, നിങ്ങൾ ഓരോ നമസ്കാരത്തിൽ സ്വലാത്ത് മുവദ്ദിഇൻ, വിട പറയുന്നവന്റെ നമസ്കാരമായിട്ട് എടുക്കണം. ഇതെന്റെ ഒടുക്കത്തെ നിസ്കാരമാണ്, ഇനി അടുത്ത നിസ്കാരം എനിക്കില്ല, കഴിഞ്ഞു എന്ന പോലെ ഇതെന്റെ അവസാനത്തെ റമദാനാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മളൊന്ന് നോക്കുക. എന്താണ്, കഴിഞ്ഞ റമദാനിലുള്ള പലരും പോയി, ഈ റമദാനിലുള്ള ഞാൻ അടുത്ത റമദാനിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. നിലവിലുള്ള റമദാനിനെ ഞാൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? വളരെ വൃദ്ധരായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്, നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ കാര്യമായ പ്രശ്നമൊന്നുമില്ലാതെ നോമ്പ് ഒഴിവാക്കിയ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനത്തെ ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ റമദാനിന്റെ 3 നിലയ്ക്ക് കണ്ട ആളുകളുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തില്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ മാസം വന്നതന്നെ അറിഞ്ഞിട്ടില്ല. ശഅബാനിൽ എങ്ങനെയാണോ അങ്ങനെയാ റമദാനിൽ, അങ്ങനെ തന്നെ ശവ്വാലിൽ. ഈ മാസം വന്നു പറഞ്ഞ് യാതൊരു മാറ്റവുമില്ലാത്ത ഒരു പറ്റം ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ മാസത്തോടുകൂടി ഉഷാറായ ആളുകൾ. ഈ മാസത്തെ ഒരു ഉഷാറായി, അത് കഴിഞ്ഞാൽ പിന്നെ പൊടിയിട്ട് തിരഞ്ഞാൽ കാണൂല. അത് രണ്ടാമത്തെ ആളുകൾ. മൂന്നാമത്തെ ഒരാളുകളുണ്ട്, അവർ ഈ പരിശുദ്ധ മാസത്തിലൂടെ ചിലത് നേടിയെടുത്ത് അല്ലാഹുമ്മ ജഅൽ ഹാദാ ശരീഫ റമദാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. പടച്ചതമ്പുരാനെ, ഈ പരിശുദ്ധ റമദാൻ നാളെ ഞങ്ങൾക്ക് പരലോകത്ത് സാക്ഷ്യം വഹിക്കണം. അങ്ങനെ ഈ റമദാനോടുകൂടി ജീവിതത്തിൽ ചില ഒട്ടച്ചുവാർക്കലുകൾ നടത്തിയവർ, ചില അഴിച്ചുപണികൾ നടത്തിയവർ, ഈ ജീവിതത്തിൽ ഈ റമദാനിനെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചവർ, ഈ റമദാനോടുകൂടി ജീവിതത്തിൽ വലിയൊരു വിപ്ലവത്തിന്റെ നാന്ദി കുറിച്ചവർ, ഇങ്ങനെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ഇതിൽ ആ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ റമദാനോടുകൂടി അങ്ങ് എടുത്തു വെക്കാനുള്ളവരല്ല എന്ന് മാത്രമല്ല, ഈ റമദാനിൽ നമുക്ക് ഒറ്റ നോമ്പുകളും ചെയ്ത അമലുകളും ആ കർമ്മങ്ങളും സംബന്ധിച്ച് അമിത പ്രതീക്ഷയൊന്നും വേണ്ട. അത് അന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം തന്നെ, നമ്മുടെ ദാനവും ധർമ്മവും ഒക്കെ തന്നെ ആരെയോ ചിലരെയൊക്കെ കാണിക്കാൻ വേണ്ടി ആയിരുന്നോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ നോമ്പിന്റെ ദുആയിൽ പോലും നമ്മൾ ആ പ്രതീക്ഷ, നമ്മളൊരു ആശങ്കയിലാണ് ആ ദുആ ചെയ്യുന്നത്, അല്ലേ? ആ കാരൊക്കെ എടുത്ത് വായിൽ വെച്ചുകൊണ്ട് പറയുന്നത്, എന്റെ ദാഹം പോയി. വെള്ളം കുടിച്ചുകൊണ്ട് പറയണത് എന്റെ ദാഹം പോയി, എന്റെ നാട്ടി നിരപ്പുകളൊക്കെ നനഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അജറുണ്ട്, അമിത പ്രതീക്ഷ ഞാൻ വെക്കുന്നില്ല. ആ പടച്ച തമ്പുരാന്റെ അടുത്ത് കിട്ടിയെങ്കിലുണ്ട്. റമദാനിന്റെ അവസാനത്തെ രാത്രികളില് കുട്ടികൾ റോട്ടിൽ കൂടെ നടന്നിങ്ങനെ കളിക്കുകയാണ്. ആ സമയത്ത് ഇമാം ഹസൻ ബസ്രി ആ വഴിക്ക് വരുമ്പോ അവരോട് ചോദിക്കുകയാണ്, എന്റെ പൊന്നു മക്കൾ, നിങ്ങൾക്ക് എങ്ങനെയാ കളിക്കാൻ കഴിയുന്നത്? നിങ്ങൾ എങ്ങനെ അർമാദിക്കാനോ ആഹ്ലാദിക്കാനോ കഴിയുന്നത്? നിങ്ങൾക്കൊരു ധാരണയുണ്ടോ? നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നിങ്ങളുടെ റമദാൻ അന്ന് സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയും, മറുഭാഗത്ത് എന്റെ നാഥന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന ഭയപ്പാടും, ഈ ആശയുടെയും ആശങ്കയുടെയും ഉൾമുടയിലല്ലേ നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. സംഭവം ഇത് നമ്മെ മതിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു നോക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ?
ഒരു സാത്വികനായ മനുഷ്യൻ, ജീവിതത്തിൽ അങ്ങേയറ്റ സൂക്ഷ്മതയൊക്കെ പുലർത്തിയ ആളാണ്, വളരെ മുത്തക്കിയായിട്ടുള്ള മനുഷ്യനാണ്. മരണപ്പെടുക. അപ്പോൾ മരണത്തിന്റെ വെപ്രാളത്തിൽ മൂപ്പര് വല്ലാതെ ബേജാറായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് എന്തിനാ ബേജാറ്? നിങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ സ്വർഗം? അമ്മാതിരൊരു ജീവിതമല്ലേ നിങ്ങൾ നയിച്ചിട്ടുള്ളത്? എന്തുമാത്രം സൽക്കർമ്മങ്ങൾ, എന്തുമാത്രം അമലുകൾ, എന്തുമാത്രം വിവാദത്തുകൾ, എന്തുമാത്രം ജനസേവനങ്ങൾ. ഇതെല്ലാം നിർവഹിച്ച താങ്കൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്, ബേജാറാകുന്നത് എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ വചനമാണ് എന്നെ ബേജാറാക്കുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു എല്ലാം സ്വീകരിക്കും, അത് മുത്തഖീങ്ങളിൽ നിന്നാണ്. മുത്തഖി അല്ലാത്തവരിൽ നിന്ന് അത് സ്വീകരിക്കില്ല. ഞാൻ മുത്തഖിയായിട്ടുണ്ടോ? റമളാൻ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് റമളാൻ. ആ അർത്ഥത്തിൽ ആ തഖ്വ എത്ര കണ്ട് ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്നൊരു ആശങ്ക നമുക്കുണ്ടാകണം. പ്രവാചകൻ പോലും പ്രാർത്ഥിച്ചല്ലോ. എന്താ പ്രാർത്ഥിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലിൻ ലാ യുർഫഅ. പടച്ചതമ്പുരാനെ, നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകൾ ഉണ്ടല്ലോ, ഞാനിതൊക്കെ ചെയ്തു, പക്ഷെ അത് നിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, ആ അക്കൗണ്ടിൽ കയറിയിട്ടില്ല. നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണം തമ്പുരാനെ. നിനക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ നീ സ്വീകരിക്കണം. നീ സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിൽ ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. പറഞ്ഞു, ഈ ലൈലത്തുൽ ഖദറിന്റെ ദിവസം നിങ്ങൾ നിസ്കരിച്ചാൽ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരപ്പെടും. ഇമാം ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ദിവസം ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ 65 വയസ്സായി എനിക്ക്. അദ്ദേഹം പറയാം, 65 വയസ്സായി. ഒരു ദിവസം ഒരു പാപം എന്ന നിലക്ക് ഞാൻ കണക്ക് കൂട്ടിയാൽ 25,000-ഓളം പാപങ്ങൾ ഒരു ദിവസങ്ങൾ ഞാൻ കടന്നുപോയിട്ടുണ്ട്. 25,000-ഓളം പാപങ്ങൾ എന്റെ അക്കൗണ്ടിലുണ്ട്. ഒന്ന് കണക്കാക്കിയാൽ ഈ നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു പറഞ്ഞതിൽ എന്റെ ഈ പാപങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക തീർച്ചയായിട്ടും അദ്ദേഹത്തെ മതിക്കുകയാണ്, ബേജാറാക്കുകയാണ്. ഇങ്ങനെ ഈ റമളാനിന്റെ അവസാനത്തെ ആഘോഷത്തിന്റെയും അർമാദത്തിന്റെയും ആ ആഹ്ലാദത്തിന്റെയും ഒക്കെ ഇടയിൽ നമുക്കൊരു ആശങ്ക നമ്മെ ഭരിക്കേണ്ടതുണ്ട്. പടച്ച തമ്പുരാനെ ഇത് സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് നിർഗളിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി അഖാഫുല്ലാഹ റബ്ബുൽ ആലമീൻ, ഞാൻ അങ്ങേയറ്റത്തെ ഈ റബ്ബുൽ ആലമീനായ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന രൂപത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സൽക്കർമ്മങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ ചെയ്ത ഈ സൽക്കർമ്മങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. ഇത് ഈ മാസത്തോടെ നിർത്തേണ്ടതല്ല. ഈ മാസം മുഴുവൻ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സെഹർ ചാപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ട്, അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പിന്നെ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ, രാത്രി നമസ്കാരം കഴിഞ്ഞ് ഒരു വിത്ർ നിസ്കരിച്ച ആളുകൾ, ഇശാന്റെ സുന്നത്ത് പോലും നിസ്കരിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം നിസ്കരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് അങ്ങ് തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ലേ? ഇനിയും അങ്ങോട്ട് രാവിലെ അന്തിപ്പാതിരാക്ക് നേരത്തെ പ്രഭാത വേളയിൽ എഴുന്നേറ്റ് പടച്ചവനോട് കാര്യങ്ങളൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു സംസ്കാരവും ഒരു രീതിയും ഒരു സ്വഭാവവും ഇൻഷാ അല്ലാഹ് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ ഫറദുകൾ എന്ന് പറയുന്നത് ലാഭമാണ്, കച്ചവടത്തിന്റെ ലാഭമാണ്. അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ കൂടിയാണ് സുന്നത്തായിട്ടുള്ള ഈ നഫിലായിട്ടുള്ള കർമ്മങ്ങൾ. അതിലൂടെ വേണം നമ്മുടെ ലാഭത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നികത്തി അത് ലാഭകരമാക്കുവാൻ വേണ്ടത്. അങ്ങനെ തന്നെയാണ്. പാപങ്ങൾ എന്ന് പറയുന്നത് നഷ്ടമാണ്. നിലവിലുള്ള കൊള്ളുമുതൽ, നിലവിലുള്ള ക്യാപിറ്റൽ, നിലവിൽ നിങ്ങളുടെ മുടക്കുമുതൽ കൂടെ നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാപങ്ങൾ. അപ്പൊ ആ പാപങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പ്രതിഫലം ധാരാളം പ്രതീക്ഷിച്ചുകൊണ്ട് സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ ധാരാളം നിർവഹിക്കാൻ നമുക്ക് എത്ര കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസം നമ്മൾ കഴിച്ചുകൂട്ടിയ ഈ ഒരു മാസത്തിലെ സംസ്കരണം, ഈ ഒരു മാസത്തിലെ നമ്മുടെ പ്രത്യേക രീതികൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള 11 മാസത്തേക്ക് നമുക്ക് തുടരാൻ കഴിയുമ്പോൾ ഈ ഒരു മാസം നമ്മൾ കാണിച്ച ഒരു ക്ഷമയുണ്ട്, ഒരു ഉദാത്തമായ സ്വഭാവമുണ്ട്, സംസ്കാരമുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്ത മാസങ്ങളിലും കഴിയുമ്പോൾ ഈ മാസത്തിൽ നമ്മൾ ആളുകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ആളുകളോട് വേണ്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദാരനായ ഒരു മനുഷ്യരായിരുന്നു എല്ലാ കാലത്തും പഴം നൽകുന്ന മരങ്ങളാണ് വിശ്വാസി എന്ന. ഈ ഒരു റമദാനിൽ ഒരു മാസം മാത്രം കൊടുത്ത് തീരേണ്ടവനല്ല നിങ്ങൾ. ഇവിടെ ദുരിതം എല്ലാ കാലത്തുമുണ്ട്. റമദാനിൽ മാത്രമല്ല നിങ്ങളുടെ സഹായത്തിന്റെ ഹസ്തം ആളുകളിലേക്ക് നീങ്ങേണ്ടത്. ഇനി അങ്ങോട്ടുള്ള 11 മാസം കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ തന്നെ ആകും. ഈ ഒരു മാസം എത്ര ഹത്തം തീർത്തു അല്ലെ? എത്ര ഹത്തം തീർത്തു? ഇനി വരാൻ പോകുന്ന 11 മാസത്തിൽ എത്ര ഹത്തം തീർക്കാൻ പോണത്? ഇനി ഒരു 11 മാസം കൊണ്ട് ഒരു ഹത്തം തീർക്കുമോ? ഇതൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആലോചിക്കേണ്ട സമയമാണ് ഇപ്പൊ. ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രതിഫലങ്ങൾ ധാരാളം വാരിക്കൊണ്ടുപോകാനും ഈ കഴിഞ്ഞു പോയ റമദാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി എന്ന് നമുക്ക് അവകാശപ്പെടുവാനും കഴിയുന്ന രൂപത്തിൽ ഒരു റമദാനാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റാൻ കഴിയണം. ഇവിടെ റമദാനിൽ ഒരു തഖ്വാ നിർഭരമായ ഒരു ജീവിതം മാത്രമല്ല കേട്ടോ നമ്മൾ നേടിയെടുത്തത്, അതിന്റെ അപ്പുറത്ത് ഒരു വല്ലാത്ത ഇച്ഛാശക്തി കൂടെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ അമുസ്ലിങ്ങളായ പല സഹോദരങ്ങളും ഇഫ്താർ മീറ്റുകളിലൊക്കെ പറയാറുള്ളത്, ഈ മുസ്ലിങ്ങളുടെ നോമ്പ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ്. 42-43 ഡിഗ്രി ചൂടില് കൊച്ചു കുട്ടികൾ വരെ വയോവൃദ്ധന്മാർ വരെ എല്ലാം മരുന്നും കാര്യമൊക്കെ കഴിച്ചിട്ട് പോലും അവർ കാണിക്കുന്ന ആ വല്ലാത്തൊരു സ്ഥൈര്യവും അവരുടെ ഇച്ഛാശക്തിയും ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സംഭവമാണ്. ഇതാണ് നിങ്ങളെ വിജയിപ്പിക്കുക. ഇന്ന് ഈ ലോകത്ത് പണപ്പുറപ്പാട് നടത്തി വരുന്ന വലിയൊരു ഫാസിസമുണ്ട്. ഇതേപോലെ ഒരു സാധനം വന്നിരുന്നു, ജാലൂത്ത് എന്നാണ് അവരുടെ പേര്. മാനേജ്മെന്റ് സ്റ്റഡീസില് ഡേവിഡ് ആൻഡ് ഗോലിയത്ത് പറഞ്ഞിട്ട് അത് പഠിപ്പിക്കുന്നു. ബൈബിളിലും ഖുറാനിലും ഒക്കെ ഉള്ളതാണ് ദാവൂദിന്റെയും ജാലൂത്തിന്റെയും കഥ. ആ ഗോലിയത്തും ഡേവിഡും തമ്മിലുള്ള ആ മത്സരത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവന്റെ മസ്തകത്തിൽ എറിഞ്ഞുകൊണ്ട് അവനെ നിലപരിശാക്കി കളയുന്ന ദാവൂദിന്റെ ആ മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് ശക്തമായി ഉള്ളത്, അതിന് ഈ പോണ വഴിക്ക് ഒരു നദിയുണ്ട്, ആ നദിയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കരുത്, വേണമെങ്കിൽ ഒരു കൈക്കുടന്ന ജീവൻ നിലനിർത്താൻ വേണ്ടി കുടിക്കാമല്ലാണ്ട് അതിന്റെ അപ്പുറത്ത് കുടിച്ചവന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അവരുടെ ഇച്ഛാശക്തി പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ ഈ നോമ്പെടുക്കുന്നത് കേവലം ഒരു നോമ്പെടുക്കലല്ല, അത് പാവങ്ങൾ പൊറുക്കലാണ്, പടച്ചോനോടുള്ള അടുക്കലാണ്. അതിന്റെ അപ്പുറത്ത് നിങ്ങളിലെ ഒരു വിപ്ലവകാരിയെ തയ്യാറാക്കൽ കൂടിയാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ അടിയറവ് പറയാത്ത ഒരു വിപ്ലവകാരിയായ മനുഷ്യൻ, അവന്റെ ഇച്ഛാശക്തി ഒന്നും വല്ലാത്തതാണ്. അത് ആ അർത്ഥത്തിലുള്ളൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറണം. एक सजदा तू हिराल समझता है, आजाद करता है तुमको हजारों सजदे से. ഒരൊറ്റ സുജൂദ്, നീ ഭാരമായി കരുതുന്ന ഒരു സുജൂദ് ഉണ്ടല്ലോ, ആ ഒരൊറ്റ സുജൂദ് മതി 1000 ആളുകളുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുന്നതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ. ഹസാറോ സജദ സെ ആസാദ് കർത്താ ഹെ തുംകോ ഹസാറോ സജദ സെ. 1000 ആളുകളുടെ മുമ്പിൽ താന്നുകൂന്ന് വീണ്ടും വിധേയത്വത്തോടുകൂടി നിൽക്കുന്ന നിങ്ങളുടെ ആ ഒച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കാൻ നിങ്ങളുടെ ഒരൊറ്റ സുജൂദ് മതി, അനാഥന്റെ മുന്നിലെ സുജൂദ്. ഈ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്തത് അതുകൂടിയാണ്. റമദാനിലെ ബദറിന്റെ കഥ നമ്മൾ കേവലം കേട്ടുപോയവരല്ല, അത് ജീവിതത്തിലേക്ക് ആവാഹിച്ചവരാണ്, ഉൾക്കൊണ്ടവരാണ്. ഭയപ്പാടില്ലാതെ ഈ രാജ്യത്ത് നിലകൊണ്ടവരാണ്, ഈ രാജ്യത്തെ കൈകാര്യം ചെയ്യാൻ വന്നവരെ തുരത്തിയടിച്ചവരാണ്. അതൊക്കെ ഈ റമദാനിൽ കിട്ടിയ ആവേശമായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടു. അത് ഉള്ളിൽ ഒതുക്കിയുള്ള ആളുകളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ്. ആ അർത്ഥത്തിൽ തന്നെ ധൈര്യത്തോടും കൂടി ഇവരുടെയൊക്കെ മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ആരുടെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കാതെ, ആരുടെ മുമ്പിൽ അടിയറവ് പറയാതെ തലകുലിക്കാതെ നിൽക്കുവാൻ
കെൽപ്പുള്ളൊരു സമൂഹമാക്കി കൂടി ഈ റമദാൻ നമ്മളെ മാറ്റേണ്ടതുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ഇനി റമദാനിന്റെ അവസാനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഈ റമദാൻ അങ്ങ് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മനുഷ്യനെ കൂടെ പരിഗണിക്കണം. പടച്ചവനെ മാത്രം പരിഗണിക്കലല്ല ദീന്. മറ്റ് മതങ്ങളിൽ നിന്ന് ഇസ്ലാം വ്യതിരിക്തമാകുന്നത് അവിടെയാണ്. അള്ളാഹിനെ മാത്രം, ഈശ്വരനെ മാത്രം പ്രീതിയെത്തിച്ച് ഈശ്വരനെ മാത്രം പ്രാർത്ഥിച്ച് അവര് രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു മനുഷ്യനോട് എന്തെങ്കിലും നിങ്ങൾ അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഒരു തമ്മാടിത്തരം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അവിവേകം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഖലിതം വന്നിട്ടുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല, പുറത്തു വാങ്ങിപ്പിച്ചിട്ടില്ലെങ്കിൽ, പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അമല് സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. റമദാന്റെ മുമ്പിൽ നമ്മളൊക്കെ പൊരുത്തപ്പെടിക്കാൻ നടന്നവരാണ്. റമദാനോടനുബന്ധിച്ച് അതൊക്കെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അതോടൊപ്പം തന്നെ അവരുടെ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ഇത് സ്വീകരിക്കപ്പെടുകയില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിലെ 30 ദിവസത്തെ പട്ടിണി ഇല്ലാത്തവന്റെ, പ്രയാസപ്പെടുന്നവന്റെ, അഷ്ടിക്ക് വകയില്ലാത്തവന്റെ, നീറുന്ന 100,000 പ്രശ്നങ്ങൾ കൊണ്ട് ബേജാറായി കൊണ്ടിരിക്കുന്നവന്റെ പ്രശ്നങ്ങളുടെ നേരെ മുഖം തിരിക്കാനാണ് നിങ്ങൾ 30 ദിവസം പട്ടിണി കിടന്നതെങ്കിൽ ആ പട്ടിണിക്ക് യാതൊരു അർത്ഥവുമില്ല. ഇല്ലാത്തവന്റെ വിശപ്പ് നിങ്ങളെ അറിയണം. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ അകത്തിവിടെ ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് അവിടെ പോയപ്പോൾ, ഒരു ദിവസം അതിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഐസൊലേഷൻ വാർഡുണ്ട്. അങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു, സാറേ ആ വഴിക്ക് പോകണ്ട, അവിടെ ആരുമില്ലാതെ ഒഴുക്കപ്പെട്ട കുറെ രോഗികളുണ്ട്, കുറെ ആളുകളുണ്ട്. മക്കൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, എളാപ്പാക്ക് വേണ്ട, മൂത്താപ്പാക്ക് വേണ്ട, ഏട്ടന് വേണ്ട, അനിയന് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, നാരിപ്പൊഴുത് കിടക്കുന്നുണ്ട് കുറെ ആളുകൾ. അവിടെ തന്നെ 1-നും 2-നും ഒക്കെ പോയിട്ട് കുറെ മനുഷ്യന്മാരുണ്ട്. അവർക്ക് AD കാർഡും ID കാർഡും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരിനെ ആർക്കും വേണ്ട. വോട്ടില്ലല്ലോ അവർക്ക്, ആയതുകൊണ്ട് അവരിനെ ആർക്കും വേണ്ട. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ മലം വാരി നിങ്ങളുടെ മുഖത്തേക്ക് എറിയും. അവന്റെ അവസാനത്തെ ആയുധം, ഇല്ലാത്തവന്റെ അവസാനത്തെ ആയുധം അതേ അവന്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് ഈ സമുദായത്തോടുള്ള പ്രതിഷേധം തീർക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ദരിദ്രനാരായണന്മാരുടെ ഒരു നാട്, ഒരുപാട് പാവപ്പെട്ടവരുടെയും പ്രയാസപ്പെടുന്നവരുടെയും നാട്. ആ നാട്ടില് പശി എന്താണ്, പട്ടിണി എന്താണെന്ന് 30 ദിവസം പഠിച്ചിട്ട് അവരിലേക്ക് ഇറങ്ങി അതിന് പരിഹാരം കാണാൻ നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നോമ്പ് അങ്ങോട്ട് സ്വീകരിക്കുകയില്ല. ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ നിങ്ങളുടെ നോമ്പ് നിൽക്കും. പാവപ്പെട്ട എന്റെ വീട്ടിലേക്ക് നിങ്ങൾ അരിയുമായിട്ട് ചെന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റമദാൻ അങ്ങോട്ട് കയറൂല. അത് കയറണമെങ്കിൽ ഈ 30 ദിവസം എന്നെ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിലൂടെ ഞാനിതാ അവനെ ചേർത്ത് പിടിക്കാൻ, അവനെ ഷെയർ ചെയ്യാൻ, അവനെ കെയർ ചെയ്യാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. സകാത്തുൽ ഫിത്രി തുഹറത്തുൽ ലിസ്സാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തുൽ ലിൽമസാഖി. ഫിത്ർ സകാത്ത് എന്ന് പറയുന്നത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ശുദ്ധീകരിക്കുവാൻ, അവനെ വിമലീകരിക്കുവാനുള്ളതാണ്. അതേപോടൊപ്പം തുഅമത്തുൽ മസാഖീൻ, ഈ മിസ്കീനായ ആളുകൾക്കുള്ള ഭക്ഷണവുമാണ്. എന്റെ സഹോദരങ്ങളോട് വിനയത്തോടെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ദയവേത് ഫിത്ർ സക്കാത്തിന് ആളുകളെ വീടാൻ കണ്ടാൻ അനുവദിക്കരുത്. ഇവിടെ ഈ നമുക്ക് പാലക്കാട്ടുകാർക്കറിയാം, പണ്ടാരന്മാര് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു ജാതിയുണ്ട്. അവരുടെ കുലത്തൊഴിൽ തന്നെ ഭിക്ഷാടനമാണ്. ഭിക്ഷ എടുത്ത് ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഈശ്വരനെ അവർ നിശ്ചയിച്ചെന്നാണ് പറയണത് അവര്. ആയതുകൊണ്ട് രാവിലെ തന്നെ കുറിയൊക്കെ ഇട്ട് പ്രത്യേക വേഷമൊക്കെ ധരിച്ച് അവര് നമ്മുടെ വീട്ടിന്റെ മുമ്പ് കൂടെ വരും. നമ്മൾ അവരോട് ആലോചന തോന്നാറില്ല. കാരണം അവരുടെ ഭിക്ഷാടനം അവരുടെ കുലത്തൊഴിലാണ്. ഈശ്വരൻ അവർക്ക് നിശ്ചയിച്ച തൊഴിലാണ്. ഈ മാർക്ക് ഇല്ലാത്ത കുട്ടികൾ മറ്റവനെ നോക്കി കോപ്പി അടിക്കുമ്പോഴേ, പഠിക്കാത്തവനെ മറ്റവൻ നോക്കി കോപ്പി അടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പണ്ടാരക്കരെ പിച്ചക്ക് പോകണ്ടടാവും. കാരണം അവിടെ എല്ലാവരും ഭിക്ഷക്ക് പോയിട്ടുണ്ടാവും, അവിടെ നീ ഭിക്ഷക്ക് പോയിട്ട് എന്ത് കിട്ടാനാന്ന് പറയും. അവരുടെ ഓണത്തിന്റെ ദിവസവും വിഷുവിന്റെ ദിവസവും പോകില്ല കേട്ടോ. അവരുടെ ആഘോഷ ദിവസം അവർ ഇറങ്ങൂല.
ഈ പരിശുദ്ധമായ ദിവസം മലായികത്തുകൾ മുഴുവൻ നിങ്ങൾക്ക് മഹത്വം പാടിക്കൊണ്ട് നിങ്ങളുടെ ത്യാഗത്തെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്തോഷത്തിന്റെ ആമോദത്തിന്റെ പെരുന്നാളിന്റെ ദിവസം രാവിലെ സെഞ്ചിയും പൊക്കളുമായിട്ട് വീട് വീടാന്തരം അരി വാങ്ങാൻ പോകുന്ന ഒരു സംസ്കാരം ഈ സമുദായം നിർത്തിയേ മതിയാവും. അതിന് ബന്ധപ്പെട്ട ആളുകൾ വേണ്ടത് ചെയ്യണം. ആയതുകൊണ്ട് നമുക്കിത് കലക്ട് ചെയ്യണം. എന്നിട്ട് ഇല്ലാത്തവന്റെ വീടുകളിലേക്ക് എഷ്ടിക്ക് വകയില്ലാത്തവന്റെ അടുത്തേക്ക് അത് എത്തിക്കണം. അത് എത്തിച്ചിട്ടില്ലെങ്കിൽ നീ മുസലിലേക്ക് വരണ്ടാന്നാ പറഞ്ഞത്. 30 ദിവസത്തെ പട്ടിണി, പാവപ്പെട്ടവന്റെ പ്രയാസത്തെപ്പറ്റി ഒന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പാടോ നീ എടുത്തത് എന്നാ പഠിച്ചോ നമ്മളോട് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു ഭാഗത്ത് റബ്ബിനോട് അടുത്ത് നിൽക്കുക, മറുഭാഗത്ത് ശത്രുക്കളുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുക, മൂന്നാമതായിട്ട് പാവപ്പെട്ടവനോടൊന്ന് ഇറങ്ങി നിൽക്കുക. ഇത് മൂന്നും നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു നല്ല വിശ്വാസിയായിട്ട് മാറുന്നത്. അത് യാതൊരു സംശയവുമില്ല. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കത് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി അതൊരു സാധനത്തോ കൊടുത്ത് പൊരുത്തപ്പെടുക എന്നുള്ളതല്ല, അത് എത്തിക്കാൻ, അത് പാക്ക് ചെയ്യാൻ, അത് കൊണ്ടു നടക്കാൻ ഒക്കെ എന്റേതായ ഒരു പങ്ക് നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കൂടെ കഴിയുമ്പോഴാണ് ആ സംഗതികളൊക്കെ ഭംഗിയാകുക. ഇതൊക്കെ ഏതോ 1-2 ആളുകൾ എന്നും ചെയ്യുന്ന ആളുകളാണ്, അവരങ്ങ് ചെയ്തോട്ടെ എന്നല്ല. അതിൽ എന്റെ പങ്കെന്താണ്, എന്നെ ഈ സംസ്കാരം എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടെ ഇതിലെ വളരെ പരമപ്രധാനമായ വിഷയമാണ്. നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, അടുത്ത റമദാനുണ്ടോ എന്ന് നമുക്കറിയില്ല. അടുത്ത റമദാനാകുമ്പോഴേക്ക് ഇങ്ങനെ കൂടാൻ പറ്റുമോ എന്തും നമുക്ക് അറിയാൻ പറ്റില്ല. ഭീഷണമായ ഒരു അവസ്ഥകളിലേക്ക് രാജ്യത്തിന്റെ പോക്ക് കാണുമ്പോൾ ഒരു വിശ്വാസി സമൂഹം അവർക്ക് ലഭ്യമായ സന്ദർഭത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ മരണപ്പെട്ടു പോകാം, യാതൊരു സംശയവുമില്ല. ആ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിത് നേടിയെടുത്തിട്ടുണ്ട് എന്നൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി, ഒരു സംതൃപ്തിയോടുകൂടി, മടി കനവുള്ളവർക്ക് വഴി പേടി വരും, ഒരു കനവുമില്ലാതെ ഒരു പേടിയുമില്ലാതെ പടച്ചവന്റെ മാർഗത്തിലൊക്കെ ഇറങ്ങിപ്പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാര സമയത്താണ് കുത്തേറ്റത്. അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മകന്റെ മടിയിൽ തലവെച്ച് അവിടെ ഇരുന്നപ്പോ ജീവൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്തും ഒരാൾ ഇത്തിരി തുണി താഴ്ത്തി കൊടുത്തപ്പോ അയാളോട് മരിക്കാൻ കാലത്ത് ഇസ്ലാമിക പ്രവർത്തനം നടത്തുക, റൂഹ് പോകാൻ നിൽക്കുക, കാണാമെന്ന ഒരാളോട് നിങ്ങളുടെ നിസ്കാരം എന്താ, നിങ്ങൾ നിസ്കരിച്ചോ, വാങ്കല്ലേ കേൾക്കണം, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണോ നിങ്ങൾ? ഇതൊരു ചോദ്യം. അതിന്റെ ഇടയ്ക്ക് ആ മകനോട് പറയണത്, എന്റെ പൊന്നു മോനെ, എന്റെ തലയെന്നെടുത്ത് താഴെ വെക്കടാ. ഇതുപോലെ കാർപ്പറ്റും ടൈൽസും ഒന്നും ഇല്ലല്ലോ, മണ്ണിന്റെ പള്ളിയാണ്. ആ മണ്ണിലേക്ക് എന്റെ മുഖം ഒന്ന് എടുത്ത് വെക്കുക. എന്തിനാ ഉപ്പ? കഫൻ ചെയ്തുകൊണ്ട് അതിന്റെ അകത്ത് പോയാൽ നമ്മുടെ മുഖത്ത് നീ തുണിയൊക്കെ അങ്ങ് മാറ്റും. തുണിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം നേരെ മണ്ണിലേക്കാ വെക്കുക. എന്നിട്ട് എന്താ പറയാന്നറിയോ? ബിസ്മില്ലാഹി മിൻ മില്ലത്തി റസൂലില്ലാ, ബിസ്മില്ലാഹി മിൻ ഉമ്മത്തി റസൂലില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് ഇതാ ഒരാളെ തന്നിരിക്കുന്നു, പുഴുക്കളെ തിന്നു തുടങ്ങുക. അവന്റെ മുഖത്തുനിന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കുക. മുഖം രക്ഷിക്കാനല്ലേ ഇതൊക്കെ ചെയ്തത്? എനിക്കെന്റെ ഇമേജ്, എനിക്കെന്റെ അതിലല്ലേ നിങ്ങൾ തമ്മിലുള്ള ഈ പടലപ്പണക്കങ്ങൾ, അതിലല്ലേ നിങ്ങളുടെ ഗ്രൂപ്പിസങ്ങൾ, അതിലല്ലേ നിങ്ങൾ പള്ളി കയറാത്തതും പള്ളിക്ക് വരാത്തതും പരസ്പരം കാണാത്തതും ഒക്കെ. നിങ്ങളുടെ ഒരു മുഖം രക്ഷിക്കലുണ്ടല്ലോ, ആ മുഖത്ത് നിന്നാണ് തീറ്റ ആരംഭിക്കുന്നത്. അങ്ങനെ മണ്ണിലേക്ക് വെക്കുന്ന ആ മുഖത്തിന്റെ ആ രുചി ഉണ്ടല്ലോ, ആ മണ്ണിലേക്ക് വെക്കുന്നതിന്റെ അതെനിക്ക് ഹയാത്തിൽ തന്നെ അറിയണം. ആയതുകൊണ്ട് അത് എടുത്തൊക്കെ വെക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും പോവുകയാണ്. അപ്പൊ അതിന്റെ മുമ്പ് ഈ ജാടയും ഈ തൻപോയ്മയും ഈ ഈഗോയും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ വിനീത വിധേയനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായിട്ട് ഇൻഷാ അല്ലാഹ് ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.